നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ പുതിയൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം പണി തീർന്നിട്ട് നമുക്ക് ഒരു 2 ആഴ്ച ആവുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു എലിവേഷനും കാര്യങ്ങളും നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കിയ ഒരു ഡിസൈൻ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. എലിവേഷൻ കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുകൂടാതെ തന്നെ ഗ്ലാഡിങ് ടൈൽസൊക്കെ നമുക്ക് ഫ്രണ്ടിൽ എലിവേഷനിൽ കൊടുത്തുകൊണ്ടാണ് നല്ല മനോഹരമാക്കി ഡിസൈൻ ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് കാവിൻപുറം, വട്ടിയൂർക്കാവിന് സമീപം കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് കാണുന്ന പോലെ തന്നെ വില്ല പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ വരുന്നത്. തൊട്ടടുത്ത് തന്നെ വേറെ വീടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. ലോറി സൈറ്റാണ് നമുക്ക് വരുന്നത്. അപ്പം വലിയ ഏത് വണ്ടി വന്നാലും നമുക്ക് വീടിനകത്ത് പ്രവേശിക്കാനുള്ള എൻട്രൻസ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്നൊരു 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഉൾപ്പെടെ 4 പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ഡിസ്കഷനാണ് നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇൻറ്റീരിയർ വർക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു വീടാണ്. അതുപോലെ തന്നെ അത്രയും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വീടെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാനുള്ള ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഇപ്പോൾ എലിവേഷൻ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് എൻട്രൻസ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ഫ്രണ്ട് എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടി വന്നാലും നമുക്ക് വീട്ടിനകത്തോട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു സ്പേസ്, അത്രയും വലിയൊരു എൻട്രൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ ഫ്രണ്ടെല്ലാം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഈ സൈഡ് നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ വരുന്ന ഒരു ഡിസൈനാണ് നമുക്ക് വീടിന് വന്നിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 കാർ വരെ പാർക്കിനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വേറൊരു കാറും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. ഈ കാണുന്നതാണ് കിണർ. നമുക്ക് ഇപ്പോഴത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് കിണറെല്ലാം പണി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വീട്ടിലെ ഫ്രണ്ടിലത്തെ വ്യൂ വരുന്നത്. അപ്പോൾ വീടിൻ്റെ നേരെ സിറ്റ് ഔട്ടിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. നമുക്ക് വരുമ്പോഴത്തേക്ക് 8x6 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ സ്ക്വയർ പ്ലാറ്റ്ഫോമാണ് നമുക്ക് സിറ്റ് ഔട്ടായിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഫുള്ള് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പും സ്റ്റെയറും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വുഡൻ പാറ്റേണിൽ തീർത്തിട്ടുള്ള ടൈലും കാര്യങ്ങളൊക്കെ വാൾ ടൈലും കാര്യങ്ങളും യൂസ് ചെയ്താണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ചുമരൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു മോഡൽ ഫോൾ സീലിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഫ്രണ്ട് ഡോർ വരുന്നത്. ഫ്രണ്ട് ഡോർ എലഗൻറ്റ് രീതിയിൽ തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. തേക്ക് വുഡിലാണ് നമുക്ക് ഈ ഡോർ മുഴുവൻ ചെയ്തിരിക്കുന്നത്. തേക്കിൻ്റെ വുഡിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇത്രയും വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത്രയും കാണാൻ നല്ല മനോഹരമായ വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയുടെ നമുക്ക് മോൾ ഭാഗം നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. ഉടൻ പാനലും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കാണ് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാൾ പെയിൻറ്റിങ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പ്രീമിയം രീതിയിലുള്ള വാൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മനോഹരമാക്കി തീർത്തിട്ടുള്ളത്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ഇവിടെ ഇൻബിൽഡ് ആണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ TV യൂണിറ്റ്. നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ് തന്നെയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ 20x14 നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിങ് വരുമ്പോഴത്തേക്ക് ഖജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. റൊട്ടേഷനായിട്ട് വരുന്ന TV യൂണിറ്റാണ് ഈ കാണുന്നത്. എത്ര വലിയ TV ആണെങ്കിലും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന
ഒരു സ്പേസും കാര്യങ്ങളും തന്നെയാണ് ടി വി യൂണിറ്റിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ പാർട്ടീഷൻ നമുക്ക് വരുന്നത് ഈ ലിവിങ് ഏരിയയും അതുപോലെ ഡൈനിങ് ഏരിയയും വരുന്ന ഒരു ഏരിയയിലാണ് പാർട്ടീഷൻ വരുന്നത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പാർട്ടീഷൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത് 14x12 നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഫ്ലോറിങ് നമുക്ക് കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോറിങ്ങിനായിട്ട്. ഫോൾ സീലിംഗ് നമുക്ക് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും ചുമരിൽ നമുക്ക് വരുമ്പോഴത്തേക്കും വുഡൻ പാനലും കാര്യങ്ങളൊക്കെ വാൾ പാനലും കാര്യങ്ങളും യൂസ് ചെയ്ത് നല്ല മനോഹരമാക്കി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ. നല്ല വിശാലമേറിയ ഒരു വീതിയുള്ള ഏരിയയിൽ നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ വരുന്ന തീമും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചുമര് മുഴുവൻ നമുക്ക് വാൾ പാനൽ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വരുന്ന ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമുക്ക് നോക്കുമ്പോഴത്തേക്കും പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഫാൻസി ലൈറ്റ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല മനോഹരമായ ഒരു ഏരിയ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് നമ്മൾ കിച്ചണിലോട്ട് പോവാം. കിച്ചൺ നമുക്ക് നല്ല വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് വന്നിട്ടുള്ളത്. അപ്പോൾ അത്ര നല്ല വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിനായിട്ട് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കിച്ചണിൻ്റെ എല്ലാം നമുക്ക് മോഡുലർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്തെടുത്ത് തീർത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിനായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും മുകളിലും താഴെയുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്മാർട്ട് സിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻബിൽഡ് ചിമ്മിനി ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്ര വലിയൊരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചാലും നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമുക്ക് വേർതിരിച്ച് കിട്ടുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ വരുന്നത്. 14x4 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കിച്ചൻ്റെ ഡയമെൻഷൻ പറയാൻ വിട്ടുപോയി. 12x12 നമുക്ക് കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. റൂംസ് എല്ലാം നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് റൂംസ് എല്ലാം ചെയ്തേക്കുന്നത്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളും തന്നെയാണ് വീടിന് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വരുമ്പോഴത്തേക്കും പാനലും കാര്യങ്ങളും വാൾ പാനലും കാര്യങ്ങളും യൂസ് ചെയ്ത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ഡെക്കറേഷൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയാണ്. ഒരു നല്ലൊരു ലോങ് മിററും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്ന ഒരു ഏരിയ നമുക്കിവിടെ പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇൻബിൽഡായിട്ട് വരുന്ന ഒരു വാൾഡ്രോബ്സും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിലെല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോർണർ നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് വീടിൻ്റെ ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് ആയിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ബാത്റൂമിൻ്റെ പണിയെല്ലാം ചെയ്ത് തീർത്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് വർക്ക് നമുക്ക് വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ടെക്സ്ചർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ചുമര് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫർഗോള മോഡൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് നമുക്ക് ആ ഫർഗോള വരുന്ന ആ ഏരിയയിൽ നമുക്ക് ഫോൾ സീലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമുക്ക് മുകളിൽ വരുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ഹോളാണ് നമുക്കിവിടെ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഹാൾ, 3 ബെഡ്റൂം, ഒരു മെയിൻ ബാൽക്കണിയാണ് നമുക്ക് വീടിന് വരുന്നത്. എല്ലാം നല്ല വിശാലമേറിയ ഒരു
ഏരിയ തന്നെയാണ് ആ വീടിന് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിൻ ഹാളിൻ്റെ നമുക്ക് ഡയമെൻഷൻ പറയുമ്പോൾ 16x14 ഈ ഒരു ഹാളിൻ്റെ ഡയമെൻഷൻ. ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് നമുക്ക് വരുമ്പോഴത്തേക്കും പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും എല്ലാം ഡെക്കറേഷൻ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം തന്നെയാണ്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂം. എല്ലാ റൂംസും നല്ല വിശാലമേറിയ ഒരു റൂമാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് 4.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ്. അപ്പം അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല വിശാലമേറിയ ഏരിയയിലാണ് നമുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ല ക്വാളിറ്റി പെയിൻസും അതുപോലെ തന്നെ പാനലും നമുക്ക് വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ഇവിടെ കംപ്ലീറ്റ് ആയി തീർത്തിന്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇൻബിൽഡ് ആയിട്ടുള്ള വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ മനോഹരമാക്കി പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നേക്കുന്നത്. പ്രൊവിഷൻസ് നമുക്ക് ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. 14x12 തന്നെയാണ് എല്ലാ റൂംസിൻ്റെയും ഡയമെൻഷൻ വരുന്നത്. ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പാനലും അതുപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാർഡ്രോബ്സ് നമുക്ക് മനോഹരമാക്കി ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് നമുക്ക് വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബെഡ്റൂമാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല വിശാലമായ റൂം തന്നെയാണ്. 14x12 തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിൽ നല്ല ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ്. ഈ ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വരുമ്പോഴത്തേക്കും പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു വാർഡ്രോബ്സ് ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ബാത്റൂം എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. 16x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയുള്ള ഒരു മെയിൻ ബാൽക്കണിയാണ് നമ്മളിത് കാണുന്നത്. അത്യാവശ്യം വൈകിട്ടുള്ള സമയത്ത് എത്ര ചെയറാണെങ്കിൽ നമുക്ക് ഇട്ട് പ്ലേസ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസൊക്കെ തന്നെ നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ചുമരെല്ലാം നമുക്ക് നോക്കുമ്പോഴത്തേക്കും വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു അടിപൊളിയായിട്ട് വീതിയുള്ളൊരു 16x14 ഡയമെൻഷൻ വരുന്ന ഒരു വിശാലമേറിയ ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ആദ്യം സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നല്ല മനോഹരമായ 4.5 സെൻറ്റ് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് വരുന്ന കാവിൻപുറം എന്ന സ്ഥലത്ത് പണി ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രോപ്പർട്ടിയാണ്. വില്ല പ്രോപ്പർട്ടി നമുക്ക് ഒരു ഫെയർ പ്രൈസ് തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ചോദ്യം വരുന്നത് 83 ലക്ഷമാണ്, 83 lakhs ആണ്. അതൊക്കെ നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാനുള്ള ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.